ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് തമിഴിൽ ഈ ദൈവങ്ങളെ പറ്റിയൊക്കെ കുറേ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തമിഴിൽ ഭയങ്കര ക്ലച്ച് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ ഇതിന് മുമ്പ് നമ്മൾ തമിഴിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ പേര് യാനൈ മുഖം താൻ എന്ന് വെച്ചാൽ ദി എലിഫൻറ്റ് ഫേസ് ഓഫ് ഗോഡ് വെച്ചാൽ ആനയുടെ മുഖമുള്ള ദൈവത്തിൻ്റെ രൂപം എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റിയിരിക്കുകയാണ് അതിൻ്റെ ഒരു പേര്, യാനൈ മുകുന്ദാൻ. പ്രധാനപ്പെട്ട വേഷം എത്തുന്നത് യോഗി ബാബു, ഉർവശി, രമേശ് തെലുഗ്, കരുണാകരൻ. ഇവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ സിനിമ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുന്ന ഒരു കോമഡി ഇതിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. കോമഡി മൂവിയായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റിയതാണ്. അതിൽ കൂടെ തന്നെ ഒരു വിനായകർ, ഗണപതി എന്നൊക്കെ പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടാഗ് ലൈനൊക്കെ വെച്ചിട്ടാണ്, അതാണ് മെയിൻ കഥാപാത്രം. അങ്ങനെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സ്ഥിരം കാണുന്ന ഒരു ക്ലീശയാണ് കഥയാണ് സംഭവം പോയിക്കുക. അതായത് ഒരു ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു നായകൻ, ആരുടെ ഒരു സ്നേഹമോ സഹതാപമോ മനുഷ്യത്വമോ ഇല്ലാത്തൊരു നായകനെ പറ്റിയുള്ള ഒരു രീതിക്കാണ് കഥയുടെ റൂട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിക്കാണ് സ്റ്റോറി ലൈനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തിന് ഒരു നേരെ വഴി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമേനെ പറ്റി പറഞ്ഞാണെങ്കിൽ ഇത് കാണാമോ അല്ലെങ്കിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. മസ്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ നല്ലൊരു സിനിമയെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അധികം ഒന്നും അല്ലെങ്കിൽ പോലും ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു റിലാക്സേഷൻ മൂഡിയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. പിന്നെ പെർഫോമൻസ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗി ബാബു, ഉർവശി, കരുണാകരനൊക്കെ നമുക്ക് പല രീതിക്ക് നമുക്ക് അവരുടെ പെർഫോമൻസും കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല അഭിനയങ്ങൾ കാഴ്ചവെച്ച സിനിമകൾ ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ട രമേശ് തെലുങ്കിൻ്റെ പെർഫോമൻസാണ്. പുള്ളിക്കാരൻ വേറെ ലെവൽ ചെയ്തേക്കണം ഈ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു അഭിനയം കണ്ടിട്ടില്ല. കാരണം നല്ല രീതിക്ക് യൂസ് ചെയ്ത എല്ലാവരും നല്ല നടന്മാർ തന്നെയാണ്. ആ രീതിക്കാണ് ഇവിടെ രമേശ് തെലുങ്കിനോട് യൂസ് ചെയ്തേക്കുന്നത്. പെർഫെക്റ്റ് അഭിനയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു നെഗറ്റീവോ കാര്യങ്ങളോ പറയാൻ വേണ്ടിയില്ല. ആ ഒരു കഥാപാത്രത്തിൻ്റെ പല ഡിഫറൻസിയേഷൻ വേരിയേഷൻ കൂടെ കടന്ന് പോയി അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് ആണ് രമേശ് തെലുങ്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പാട്ടുകൾക്കൊന്നും ഇപ്പോൾ പറയുക അത്രയ്ക്ക് വലിയ ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊന്നും വളരെ ബോറടിപ്പിക്കാതിരിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു മസ്റ്റ് വാച്ച് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്കുണ്ട് സിനിമയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടി പറ്റി. പിന്നെ ഒന്നുമില്ല, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പെർഫോമൻസും ഉണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കോമഡി ഉണ്ട്, കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കഥാപാത്രം മെൻഷനാക്കുകയാണെങ്കിൽ അത് ഉർവശിയുടെ കഥാപാത്രമാണ്. ഉർവശി ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഒരു പെർഫോമൻസ് ചെയ്യുന്നു എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു കഥാപാത്രം അത് ഈ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലും അതിനൊത്ത രീതിയിൽ തന്നെയാണ് ഉർവശിയുടെ ഒരു പെർഫോമൻസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉർവശി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സംവിധായകൻ ഓരോ മൊമെൻറ്റും ഈ സിനിമയുടെ ഓരോ സീക്വൻസ് കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ബെസ്റ്റ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എവിടെയോ വെച്ച് കഥയുടെ റൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറുന്നുണ്ട്. അതൊരു ലാഗായിട്ട് തോന്നുമെങ്കിൽ പോലും അതിൽ കൂടെ വരുന്ന ഒരു ആശയം വേറെ ലെവൽ തന്നെയാണ്. ഒരു ഇടത്തിലെത്തുമ്പോൾ ഈ ഒരു ദൈവം വരുന്നതും ഈ വ്യക്തിയെ നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെക്കാട്ടുള്ള ഒരു പശ്ചാത്തലം മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹാഫിൽ കഥയുടെ റൂട്ടൊന്ന് മാറിപ്പോവുകയാണ്. ആ ഒരു മാറ്റം സിനിമേനെ ആസ്വാദനങ്ങളെപ്പോലും ബാധിക്കുന്ന പോലും ഇല്ലാതെയാണ് സംവിധായകൻ രജീഷ് മിഥില ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ലൈഫിൽ നമുക്കൊരു മോട്ടിവേഷനൊക്കെ തരുന്ന രീതിക്കുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിപ്പോയി ഈ ഒരു പടം. ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ. നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ കണ്ടിരിക്കുക. ഒരു മൈൻഡ് റിലാക്സേഷനാണ് ഈ സിനിമ. അതൊക്കെ നമുക്ക് ഈ സിനിമ കണ്ടാൽ കിട്ടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് യാനൈ മുകുന്ദാൻ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. ഇതാണ് എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷങ്ങളുണ്ടെങ്കിൽ ഇത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞായിരിക്കും. പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.